ശ്രീ സജീവൻ ഇ പിയുടെ പിണക്കം നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ആദ്യമല്ല. ഇ പി പല വിധത്തിൽ പാർട്ടിയോട് പിണങ്ങിയിട്ടുണ്ട്. പാർട്ടി അതൊക്കെ മറന്ന് ഇ പിയെ പാർട്ടിയോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി കടുക്കുന്നുണ്ടോ? കാരണം കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒരു പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് ഇ പിക്ക് ദഹിക്കുന്ന കാര്യമല്ല. ഇന്നിപ്പോൾ പയ്യാമ്പലത്തെ പരിപാടിയിൽ ചടങ്ങ് അനുസ്മരണത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് ഇ പി. തീർച്ചയായിട്ടും ഇ പി കുറച്ചു കാലമായിട്ട് പാർട്ടിക്ക് വിരുദ്ധമായിട്ട് നിലപാടുകളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാരണം നമുക്കറിയാം. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ പാർട്ടി സംരക്ഷിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള സംഭവം എന്ന് പറഞ്ഞാൽ താൻ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവായിട്ടും തന്നെ മറികടന്നുകൊണ്ട് എം.വി. ഗോവിന്ദന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കൊടുക്കുന്നു, പാർട്ടിയുടെ PB മെമ്പർ സ്ഥാനം കൊടുക്കുന്നു. അത് ആ PB മെമ്പർ ആവുന്ന സമയത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മാത്രമാണ് എം.വി. ഗോവിന്ദൻ. അങ്ങനെയുള്ള ഒരാളെ PB മെമ്പർ ആക്കുന്നു. ആ സമയത്ത് താൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പൊ തന്നെ ബോധപൂർവം തഴയുകയാണ് എന്നുള്ള ആരോപണം ഇ പി ജയരാജനുണ്ട്. അത് പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യനായിട്ടുള്ള, അതിന് കഴിവുള്ള, പാർട്ടിയെ നയിക്കാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സീനിയർ ജൂനിയർ എന്നുള്ള പരിഗണന പലപ്പോഴും ഉണ്ടായെന്ന് വരില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു പാർട്ടി പ്രവർത്തകന്റെയും നേതാവിന്റെയും ഒക്കെ കടമയാണ്. പാർട്ടി ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അംഗീകരിക്കില്ല എന്ന നിലയിലാണ് അദ്ദേഹം പിന്നീട് ഓരോ ഘട്ടങ്ങളിലും എടുത്തുള്ള നിലപാട്. തനിക്ക് വേണ്ട സ്ഥാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് പകരം തനിക്ക് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടിയോട് ഗർവിക്കുക എന്ന് പറയുന്ന കുറച്ചു കാലമായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും നമുക്കറിയാം, പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് അദ്ദേഹം സംസാരിച്ച കാര്യം, തന്നെ വന്ന കണ്ട കാര്യം, ഒരു പാർട്ടി നേതാവ്, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം പോലും ആവണമെന്നില്ല, ഒരു പാർട്ടി നേതാവ് സ്വാഭാവികമായിട്ടും പാർട്ടിയെ അറിയിക്കുക എന്നത് അദ്ദേഹത്തിന്റെ കടമയാണ്. അങ്ങനെ ചെയ്യേണ്ടത്. കാരണം എന്നെ വന്ന് ശത്രുപാളയത്തിലുള്ള ഒരാൾ എന്നെ വന്ന് കണ്ടിരിക്കുന്നു, വീട്ടിൽ വന്ന് കണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം പറയണം. ഞങ്ങൾ കാര്യമായിട്ട് രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അത് പാർട്ടി അദ്ദേഹം അറിയിച്ചില്ല. അറിയിക്കാതിട്ടത് പാർട്ടിയിൽ നിന്ന് ഗോപ്യമായിട്ട് വെക്കുന്ന ഒരു നടപടിയായിട്ട് തന്നെയാണ്. ശ്രീ സജീവൻ, നമ്മൾ ഈ സമീപകാലത്തെ ഈ CPM നേതാക്കളുടെ അല്ലെങ്കിൽ അവരുമായി അടുത്ത് നിൽക്കുന്നവരുടെ പല ആളുകളുടെയും ഈ RSS ബന്ധങ്ങളും പല കൂടിക്കാഴ്ചകളുടെയും ഒക്കെ വിവരങ്ങൾ പിന്നീടാണ് പുറത്തു വരുന്നത്. അതിന്റെ ചില ഇടനിലക്കാരായി ഇവരൊക്കെ വർത്തിക്കുന്നു എന്ന ആരോപണമൊക്കെ അതിനുശേഷം ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇ പി കണ്ടു എന്നത് പാർട്ടിയെ അറിയിച്ചില്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെ അറിയിച്ചില്ല എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ അടുത്ത കാലത്ത് ADGP RSS നേതാവിനെ കാണുന്നു. മുഖ്യമന്ത്രി അറിയാതെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുമോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും അത് പുറത്തു പറയാതിരുന്നതാണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലം കൂടിയാണിത്. അല്ല, ADGP RSS നേതാവിനെ കാണുക എന്ന് പറയുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അത് ADGP പാർട്ടിയുടെ ഒരു ഘടകത്തിന്റെ ഭാഗമായിട്ടുള്ള ആളല്ല. അതേപോലെയല്ല പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാനത്തെ BJPയുടെ പ്രഭാരിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടിയിൽ അറിയിക്കേണ്ടത്. അതാണ് പാർട്ടിയുടെ കീഴ്വഴക്കവും പാർട്ടിയുടെ രീതിയും അതാണ്, സംഘടനാ രീതിയും അതാണ്. അത് ഇ പി ജയരാജൻ ചെയ്തില്ല. മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ആരോപണങ്ങൾ ഉണ്ടാൽ ശരിയായിരിക്കും തെറ്റായിരിക്കും, അത് നമ്മൾ നോക്കുന്നില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്കുള്ളത് ഒരു പാർട്ടിയുടെ നേതാവ്, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാള് ഈ BJPയുടെ ദേശീയ തലത്തിൽ തന്നെ ഒരു ഉയർന്ന നേതാവിനെ കാണുന്നു. അദ്ദേഹത്തിന് കേരളത്തിന്റെ ചുമതലയുള്ള ആളാണ്, കേരളത്തിലെ BJP വളർത്താൻ ചുമതലപ്പെട്ട ആളാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ കാണുമ്പോൾ അതെന്തിനെ കണ്ടു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അറിയിക്കുകയാണ്. അപ്പൊ ADGP കണ്ടത് അറിയിച്ചില്ലെങ്കിൽ പോലും പാർട്ടിയെ അറിയിക്കേണ്ട കാര്യമല്ല. അത് മുഖ്യമന്ത്രിയും ഭരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിൽ വരേണ്ടതാണ്. ഇത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ള പ്രശ്നമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം സംഘടനാ നടപടി എന്ന് പറയുന്നത് LDFന്റെ കൺവീനർ സ്ഥാനത്ത് മാറ്റിലല്ല. അതിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. വിശദീകരണം ചോദിക്കാം, സെൻസർ ചെയ്യാം, തരം താഴ്ത്താം, പാർട്ടിയെ സസ്പെൻഡ് ചെയ്യാം, അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഉൾപ്പെടെയുള്ള ഓരോ ഘട്ടങ്ങൾ, തീവ്രത അനുസരിച്ച് ഓരോരോ ഘട്ടങ്ങളുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടികൾ എന്തെങ്കിലും എടുക്കുന്നതായിട്ട് നമുക്ക് അറിയില്ല. എന്നിട്ട് പോലും അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയതിന്റെ പേരിൽ ഗർവിക്കുന്നു. അദ്ദേഹം കുറെ കാലമായിട്ട് LDF കൺവീനറാണ്. അപ്പൊ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പാർട്ടിയുമായി ഏറ്റുമുട്ടുക എന്നുള്ള നിലപാട് അദ്ദേഹം എടുത്തതിന്റെ തെളിവാണ് പാർട്ടി അദ്ദേഹത്തിനെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റാനെടുത്ത തീരുമാനത്തിന് സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നടന്ന
സംസ്ഥാന സമിതി. ആ സമിതിയിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ വിശദീകരിക്കാമായിരുന്നു. അവിടെ അതിൽ പോലും അദ്ദേഹം പങ്കെടുത്തില്ല, വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഓരോരോ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ പാർട്ടിയെ ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്താത്തിടത്തോളം ഇ പി ജയരാജന്റെ നിലപാട് എന്ന് പറയുന്നത് പാർട്ടിയുമായി ഏറ്റുമുട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്ദി ശ്രീ എ സജീവൻ. താങ്കളുടെ പ്രതികരണത്തിന് ഏതായാലും ഇ പി ജയരാജൻ